അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സുഖമെന്ന് പ്രതീക്ഷിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിലെ ഖൈറും ബറക്കത്തും അള്ളാഹു ഏറ്റി നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ ജീവിതത്തിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ അറിയേണ്ട, മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ്. ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് നന്നാവണമെന്ന്, എനിക്കൊരു നന്മയിലേക്ക് എത്തണമെന്ന് നമുക്ക് ആഗ്രഹം വന്നിട്ടുണ്ടോ? അതിനൊരു ആഗ്രഹം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളാണ് ഏറ്റവും വലിയ ഭാഗ്യവാന്മാരെന്ന് പറയുന്നത്. ആ ആഗ്രഹം വരലെപ്പോഴാണെന്നറിയോ? അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരിഷ്ടം വന്നു തുടങ്ങുമ്പോഴാണ് ആ ഒരു ആഗ്രഹം നമ്മുടെ കൽബിനകത്തേക്ക് വരല്. എനിക്ക് നന്നാവണം, എനിക്കൊരു നന്മയിലേക്ക് എത്തണം, എൻ്റെ ജീവിതം എനിക്കൊരു ഭാസുരമാക്കണം എന്ന് നടക്കുന്നത് പോലെ എനിക്ക് നടന്നാൽ പോരാ എന്നുള്ളൊരു മൈൻഡിലേക്ക് നമ്മൾ എത്തല്. റബ്ബും നമ്മളും തമ്മിൽ ഒരു ഇഷ്ടം, ഒരു മഹബത്ത് അവിടെ കടന്നു വരുമ്പോഴാണ് അങ്ങനെ ഒരു ചിന്ത നമ്മിലേക്ക് വരിക. നമ്മൾ ഏറ്റവും കൂടുതൽ ചില ആളുകളൊക്കെ നമ്മോട് പറയാറുണ്ട്, ഉസ്താദേ എനിക്ക് നന്നാവണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ കഴിയുന്നില്ല എന്ന്. ആ ഒരു ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ, ആ ഒരു മൈൻഡ് നമുക്ക് വരുന്നുണ്ടെങ്കിൽ, ഒരു നിമിഷത്തേക്കെങ്കിലും റബ്ബ് നമ്മിലേക്ക് നോക്കിയിട്ടുണ്ട്, നമ്മൾ അള്ളാഹുവിലേക്ക് നടക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ പരിശുദ്ധമായ മുഹറം മാസം നമ്മിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഒരു വർഷം നമ്മിൽ നിന്ന് കടന്നു പോയി ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞു പോയ കാലങ്ങൾ അത് നമുക്കൊരിക്കലും ഇനി തിരിച്ചു കിട്ടൂല. വരാനിരിക്കുന്ന കാലങ്ങൾ അത് നമ്മിലേക്ക് എത്തുമോ എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. ആയുസ് എത്രത്തോളമാണ് എന്ന് പറയാൻ നമുക്കറിയില്ല. എന്നാൽ ഈ സമയങ്ങൾ, ഇന്നുകൾ നമുക്ക് സ്വന്തമാണല്ലോ. നമ്മൾ ഇന്നുകൾ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞു പോയ കാലഘട്ടങ്ങളിലെ പാപങ്ങളെ പുറത്ത് അള്ളാഹുവിനോട് പൊറുക്കാൻ തേടി വരാനിരിക്കുന്ന ഓരോ സുന്ദരമായ നിമിഷങ്ങളും അത് വളരെ ഭാസുരമാക്കാൻ, അവസരങ്ങൾ നമുക്ക് മനോഹരമാക്കാൻ നമുക്ക് കഴിയണം. കഴിഞ്ഞു പോയ കാലഘട്ടത്തിലെ പാപങ്ങളൊക്കെ പൊറുപ്പിക്കാൻ നമുക്ക് റബ്ബിനോട് നമ്മൾ തേടണം. വരാനിരിക്കുന്ന കാലങ്ങൾ അത് വളരെ സുന്ദരമാക്കി തരണം, അള്ളാഹുവിനോട് പറയണം. ഇതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സിനകത്തുണ്ടാകേണ്ടത്. ഞാനായാലും ആരായാലും നമ്മുടെ കൽബിനകത്തൊക്കെ നമുക്ക് നന്നാവണം, സ്വർഗം വേണം, നന്മയിലേക്ക് എത്തണം. ഈ ഒരു ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ അല്ലാഹു തആല നമ്മെ അവിടേക്ക് എത്തിക്കാനുള്ള ചില മാർഗങ്ങൾ നമുക്ക് മുമ്പിൽ തരുന്നതാണ്. ആഗ്രഹങ്ങളുണ്ട്, ആഗ്രഹങ്ങൾക്കനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണല്ലോ ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്നത്. അപ്പോൾ നമ്മൾ നിസ്കാരവും മറ്റു നോമ്പും എല്ലാം നമ്മൾ പരമാവധി നമുക്ക് ചെയ്യുന്നതിനനുസരിച്ച് ഇബാദത്തുകൾ അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായിട്ടുള്ളൊരു ചിന്തയോട് കൂടെ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. ആ ശ്രമിക്കുന്നതിനോട് കൂടെ തന്നെ അള്ളാഹുവിനെ, എൻ്റെ അടിമ എന്നിലേക്ക് നോക്കുന്നുണ്ടല്ലോ, എൻ്റെ അടിമ എന്നെ അറിയുന്നുണ്ടല്ലോ, കാണുന്നുണ്ടല്ലോ എന്നുള്ള ഒരു ചിന്ത അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നമ്മെക്കുറിച്ച് വരും. അത് വന്നാൽ നമ്മളാണ് ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ, നമ്മൾ കഴിച്ചിലായി എന്ന് തന്നെ പറയാം, അല്ലേ? അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അങ്ങനെ ഒരു ചിന്ത നമ്മിലേക്ക് തന്നിട്ടുണ്ടെങ്കിൽ, എനിക്കൊന്ന് നന്നാവണം, എനിക്കൊരു നന്മയിലേക്ക് എത്തണം എന്നുള്ളൊരു മൈൻഡ് നമ്മളിതിങ്ങനെ പറയുന്നുണ്ടെങ്കിൽ, നമ്മൾ എവിടേക്കെയോ അള്ളാഹുവിനെ കണ്ടെത്താൻ ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. എവിടേക്കെയോ അള്ളാഹുമായിട്ടുള്ള വലിയൊരു അമേയമായ ബന്ധം നമ്മുടെ ഹൃദയത്തിൽ വന്നിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിലേക്ക് നോട്ടം നോക്കുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ ഒരു മൈൻഡ് വരുത്താനാണ് നമ്മൾ ശ്രമിക്കുക. പിന്നെ എങ്ങനെ വരും? നമ്മൾ അള്ളാഹു തആല നന്നാക്കാൻ വേണ്ടി കരുതിയാൽ നമ്മുടെ കൂട്ടുകാർ നമ്മൾ ചിലപ്പോൾ നമ്മുടെ കൂടെ വരും. അവർ നമുക്ക് നന്മ പറഞ്ഞു തരും. നമ്മൾ മറ്റു ബന്ധപ്പെട്ട ആളുകൾ, കൂടപ്പിറപ്പുകൾ, വാപ്പ, ഉമ്മ, ഇവരൊക്കെ ചിലപ്പോൾ നമുക്ക് നന്മ പറഞ്ഞു തരും. അതെങ്ങനെയാണ്? അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വ്യക്തിയൊന്ന് നന്നാക്കണമെന്ന് കരുതിയിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്തിട്ട് ഹറാമ് മാത്രം കണ്ടും പറഞ്ഞ് നടക്കുന്ന നമ്മുടെ മുമ്പിലേക്ക് നമുക്കൊരു തുണയായി എന്നതുപോലെ നമ്മുടെ ബന്ധപ്പെട്ടവരൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവസരങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് തരുന്നതാണ്. എന്തിന്? നമുക്കൊന്ന് നന്നാവാൻ, നമുക്കൊന്ന് നന്മയിലേക്ക് എത്താൻ. അതിനു വേണ്ടി അള്ളാഹു തആല പല അവസരങ്ങൾ നമുക്ക് മുമ്പിലേക്ക് ഇട്ടു തരികയാണ്. ഈ അവസരങ്ങളെപ്പോലും നമ്മൾ പുറങ്കാല് കൊണ്ട് തട്ടുമ്പോഴാണ് നമ്മൾ ഏറ്റവും വലിയ പടുകുഴിയിലേക്ക് എത്തുന്നത്. ചില തെറ്റുകൾ കാണുമ്പോൾ നമ്മുടെ ബന്ധപ്പെട്ട ആളുകൾ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ സഹോദരങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് ഉപദേശം നടത്തും. മോനെ നീ അത് ചെയ്യലടാ, സുഹൃത്തെ നീ അത് ചെയ്യലടാ, സ്നേഹത്തോടെ നമ്മോട് പറയും. പക്ഷേ അവരുടെ വാക്കുകൾ ചിലപ്പോൾ നമുക്ക് വില പോകൂല, അല്ലേ? കേട്ടിട്ടുണ്ടോ നിങ്ങൾ?
ചിലപ്പോൾ നമുക്കൊക്കെ തോന്നിയിട്ടുണ്ടാകും, എന്താ അവൻ എന്നെ അടുത്ത് പറയുന്നു, എനിക്ക് എൻ്റെ അടുത്ത് പറയാൻ എന്താ അവകാശമുള്ളത്. ഈ ഒരു മൈൻഡ് നമ്മിലേക്ക് എത്തും. നമ്മളൊരു മനുഷ്യനിലേക്ക് നോക്കുമ്പോൾ ആ മനുഷ്യനിൽ കാണേണ്ട കാര്യം എന്താ അറിയോ? ആ മനുഷ്യൻ്റെ പ്രവർത്തനത്തിൽ നന്മയുണ്ടോ, ആ പ്രവർത്തനത്തിൽ സംസാരത്തിൽ നന്മയുണ്ടോ, ചിന്തയിൽ നന്മയുണ്ടോ, അങ്ങനെ നന്മകൾ മാത്രം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. ഇനിയോ തിന്മകൾ, ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ തിന്മകൾ എന്തെങ്കിലും നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് ചെയ്യാതിരിക്കുക. നമ്മളൊരു മനുഷ്യനോട് കൂട്ടുകൂടുമ്പോൾ അവൻ്റെ ഒപ്പം നടക്കുമ്പോൾ വരെ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് അവനിൽ നിന്ന്. അവൻ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ ഒരിക്കലും നമ്മൾ ആ ഭാഗത്തേക്ക് നോക്കാതെ നടക്കുക. നമ്മൾ ആ ഒരു ചിന്തയിലേക്ക്, ആ ചിന്ത നമ്മുടെ കൽബിലില്ലാതെ നമ്മൾ നടക്കുക. അവനിൽ നമുക്കത് പഠിക്കാനുള്ളൊരു പാടാണ്. ഒരു നന്മ, ആരും നന്മ എനിക്കും ചെയ്യണമല്ലോ, അവൻ നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനും അങ്ങനെ ആവണമല്ലോ എന്നുള്ളൊരു മൈൻഡിലേക്ക് നമ്മൾ എത്തപ്പെടുക. ഇത് ഒരു മനുഷ്യനൊപ്പം നടക്കുമ്പോൾ, പരിചയപ്പെടുമ്പോൾ, സംസാരിക്കുമ്പോൾ വരെ നമുക്ക് പലതും അതിൽ നിന്ന് അറിയാനും ചിന്തിക്കാനും നമുക്കുണ്ട്. നമ്മൾ ദുനിയാവ് അങ്ങനെയാണ്. ദുനിയാവിലേക്ക് നോക്കിയാൽ പലതും നമുക്ക് മനസ്സിലാക്കാൻ, പക്ഷേ നമ്മളതൊന്നും മനസ്സിലാക്കാറില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം, അല്ലേ? അള്ളാഹു തആല നന്മയോടെ ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിനെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മനുഷ്യൻ്റെ ചിന്ത എന്നും അവൻ പറയുന്നതാണ് ശരി, അവൻ കാണിക്കുന്നതാണ് ശരി, അവൻ ചിന്തിക്കുന്നത് മാത്രമാണ് ശരി എന്നുള്ള നിലപാടായിരിക്കും. നമ്മൾ കാട്ടുന്നതും പറയുന്നതും ചെയ്യുന്നതൊക്കെ നമുക്ക് ശരിയായിരിക്കും. പക്ഷേ നമ്മളെ ശരിയും തെറ്റൊക്കെ തിരിച്ചറിയുന്നത് അത് നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക്, നമ്മളെ കാണുന്ന ആളുകൾക്ക്, അവർക്കാണ് നമ്മളെ തെറ്റുകളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാം. മനുഷ്യന് നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മൾ ശരിയാണെന്ന് കരുതിയിട്ടാണല്ലോ നമ്മൾ ചെയ്യുക. അത് വലിയൊരു പൊട്ടത്തരത്തിലേക്ക് ചിലപ്പോൾ എത്തിപ്പെടാറുണ്ട്. ആ കാരണം എന്താണ്? നമുക്ക് ശരിയാണെന്ന് തോന്നി നമ്മളിത് ചെയ്തു, പക്ഷേ അത് ശരിയല്ലായിരുന്നു. ചിലപ്പോൾ കാണുന്നവർക്കായിരിക്കും അത് തിരിയുക. അപ്പോൾ അവർ നമ്മോട് പറയും, നീ ചെയ്തത് ശരിയല്ല, പറയുന്നത് ശരിയല്ല, ചിന്തിക്കുന്നത് ശരിയല്ല എന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കാനുള്ളൊരു ഒരു മെൻറ്റാലിറ്റി നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും വലിയ ഒരു നല്ല മനുഷ്യനായിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.